ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിൽ 2-3 വർഷമായി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി വെച്ചിട്ട്. അപ്പം നമ്മളത് ഉണ്ടാവില്ല വിചാരിച്ചായിരുന്നു, എന്നിട്ട് പറിച്ച് കളയാൻ വേണ്ടിയിട്ടൊക്കെ നിന്നതാണ്. പിന്നെ നമ്മളവിടെ നിന്നോട്ടെ വിചാരിച്ചിട്ട് നിർത്തിയതാണ്. ഇപ്പോൾ അതിൽ ആദ്യമായിട്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി. മോൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഫ്രൂട്ടാണ്. അപ്പോൾ അവൾ തന്നെ ആദ്യമായിട്ട് പറിച്ചു. അപ്പോൾ ഏട്ടനും മോളും കൂടി രാവിലെ എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവർ പറിക്കുന്ന കാര്യമൊക്കെ. അപ്പോൾ മോൾ എൻ്റെ കയ്യിൽ സർപ്രൈസ് ആയിട്ട് കൊടുന്നേരിയാണ്. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്രൂട്ട്സിൽ ഒരുപാട് വിഷമൊക്കെ അടിച്ച് വരുന്നതല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടെ ആദ്യം കുറച്ച് റബ്ബർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് തൈകൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ റംബൂട്ടൻ, അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, സപ്പോട്ട, മാംഗോസ്റ്റിൻ, അങ്ങനെ കുറച്ച് ചെടികൾ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത രീതിയിൽ കഴിക്കാമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏട്ടൻ മോളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അവൾ ക്ലാസ്സിലേക്ക് പോയി. നമ്മൾക്ക് ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. ഇന്ന് TVയുടെ ഒരു പ്രോഗ്രാം ഉണ്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. നോട്ടറി ക്ലബ്ബായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ അതിന് പോകണം. ഒറ്റപ്പാലം താലൂക്കിലെ TBയുടെ ആളുകൾക്ക് നോട്ടറി ക്ലബിൻ്റെ വകയായിട്ട് ഫുഡിൻ്റെ കിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. ചെറുപയർ, കടല, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, ഈന്തപ്പഴം, അരി, അങ്ങനെ കുറച്ച് ഐറ്റംസ് അതിൽ ഉണ്ടാവാറുണ്ട്. നമുക്ക് 2 മാസമായിട്ട് കിട്ടുന്നുണ്ട്. ഇനി 1 മാസം കൂടി കിട്ടും. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇങ്ങനെ അവർ തരുന്ന ഒരു കിറ്റ് നമുക്ക് വളരെ ഉപകാരമുള്ള ഒരു കാര്യം തന്നെയാണ്. എനിക്ക് അതിനൊപ്പം തന്നെ ബ്ലഡ് ടെസ്റ്റ് കൂടി ചെയ്യാനുണ്ട്. ഫ്രൈഡേ ഡോക്ടറെ കാണണം. ഇപ്പോൾ നമ്മൾ പോയിട്ട് 2 മാസമായി കോഴിക്കോട്. അപ്പോൾ ഡോക്ടറെ കാണുന്നതിന് മുമ്പ് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. സാധാരണ അവിടെ പോയിട്ട് ചെയ്യാറ്, പക്ഷേ ചില സമയം നമുക്ക് ട്രെയിൻ ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ നമ്മൾ തലേദിവസം തന്നെ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒറ്റപ്പാലം താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തി. അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ അടുത്തുള്ള ഒരു ലാബിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഒരു ക്ഷീണം ഉണ്ട്. അതാണ് ഞാൻ ഇന്നലെ ഓൺ വോയിസ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈഡേ ഡോക്ടറെ കാണിച്ചിട്ട് ബാക്കി വിവരങ്ങൾ അറിയാം. 2 മാസത്തോളമായി നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട്. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് നേരെ തിരിച്ചു വന്നു. ഒറ്റപ്പാലത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ നമ്മളൊരു മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിൽ ടാങ്കിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വന്നോടുമ്പോൾ അതൊക്കെ അതിലോട്ട് മാറ്റി. അതിനുശേഷം നമ്മൾ വന്നിട്ട് ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ ഇത്രയും. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.